ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ റമദാൻ മാസമല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു നോമ്പെടുക്കാം. ഇന്നലെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു നോമ്പെടുക്കാം എന്ന്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടന്ന, രാവിലെ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ എണീറ്റിട്ടില്ല. ശ്രീനാഥ് ഇതുവരെ എണീറ്റിട്ടില്ല. ഇപ്പോൾ 9 മണിയായി, ഇതുവരെ ശ്രീനാഥ് എണീറ്റിട്ടില്ല. അപ്പോൾ മമ്മിക്കും പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എടുക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു എടുക്കണ്ട, കാരണം മമ്മി ഇപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ഫീവറൊക്കെ ആയിട്ട്. എന്നിട്ട് ഇപ്പം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ രണ്ടാളും എടുത്തോളാം, പപ്പയും മമ്മി എടുക്കണ്ടെന്ന്. ഞാനിതിനും ഒരു വട്ടം എടുത്തിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ശ്രീനാഥ് ഇതുവരെ എടുത്തിട്ടേ ഇല്ല. ശ്രീനാഥിൻ്റെ ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും. ശ്രീനാഥ് എണീറ്റിട്ടില്ല. ഞങ്ങൾ രാവിലെ എണീറ്റ് ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല, കാരണം രാത്രി കിടക്കുന്നതിന് മുമ്പേ ഭക്ഷണം കഴിച്ചിട്ടേ കിടന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ അത്താഴം കഴിക്കാൻ അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ 5 മണിക്ക് എണീറ്റിട്ട്, അപ്പോൾ അതൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ഇനിയിപ്പോൾ വൈകിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക, വെള്ളം കുടിക്കാൻ പറ്റുക, നല്ല ചൂടുള്ള സമയമാണ്. അപ്പം എങ്ങനെ ഈ നോമ്പ് പോകുന്നത് നമുക്ക് നോക്കാം. ഹായ്. അപ്പോൾ 11 മണിയായി. ഞങ്ങൾ യൂട്യൂബിലേക്ക് ഇൻസ്റ്റയ്ക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇന്ന് ഞങ്ങൾക്ക് നോമ്പുമാണ്. അത് രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ശ്രീനാഥ് എണീറ്റിട്ടില്ലായിരുന്നു. നേരത്തെ എണീക്കുന്നോണ്ട്. അതെ, വളരെ നേരത്തെ എണീക്കും ശ്രീനാഥ്, എന്താണെന്നറിയില്ല. അതെ, സത്യം പറഞ്ഞ എനിക്ക് രാവിലെ നോമ്പാണെന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ എണീറ്റ് വന്നപ്പോൾ മമ്മി കുളിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന, കഴിച്ചു കഴിഞ്ഞിട്ടോ കുളിക്കാം. അപ്പൊ ആ സമയത്താണ് മീനും അമ്മയുടെ അടുത്ത് പറയുന്നത് അതിനൊന്ന് നോമ്പല്ലേ എന്ന്. ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തതാ, ഞാൻ രാവിലെ ആയപ്പോഴേക്കും മറന്നേ. അതല്ല, വിശന്നിട്ടല്ല കേട്ടോ, കുളിക്കാനായിട്ട് വയ്യ. അതാണ് സംഭവം. രാവിലെ കുളിക്കാൻ നല്ല മടിയാ ശ്രീനാഥന്, അതാണ് വിശക്കുന്നു പറഞ്ഞത്, അല്ലാതെ വിശന്നിട്ടല്ല. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് ഭക്ഷണം ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ 5 മണിക്കോ 9 എണീറ്റ് ഭക്ഷണം കഴിക്കില്ല, അത് നമ്മൾ കഴിച്ചില്ല. നമ്മൾ രാത്രി കഴിച്ച അങ്ങനെ കിടന്ന് രാവിലെ എണീറ്റപ്പോ ഞാനത് മറന്നും പോയി. ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പുറത്ത് അങ്ങനെ അറിയേണ്ടി വന്നിട്ടില്ലല്ലോ. പിന്നെ ചൂട് ഉള്ളിലിരിക്കുന്നോണ്ട് ചൂടൊന്നും അങ്ങനെ വല്ലാതെ അറിയുന്നൊന്നുമില്ല. ഇനിയിപ്പോ കുറച്ചു നേരം കഴിയുമ്പോ പുറത്തൊക്കെ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്, അപ്പൊ അറിയാം. ശ്രീനാഥിന് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട്, അപ്പൊ ഇനി അറിയാം ടയർഡ് ആകുമോ ഇല്ലോ എന്നുള്ളത്. പിന്നെ ശ്രീനാഥിന് മുമ്പ് നോമ്പെടുത്തിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളുടെ രണ്ടിന്റെയും കൂടെ ആദ്യത്തെ നോമ്പാണ് കേട്ടത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒന്നും പിന്നെ നമ്മളെ പോലെ തന്നെ നോമ്പൊന്നും ഉണ്ടാവില്ല. കുറെ പേരൊക്കെ നോമ്പുള്ളവരൊക്കെ ഉണ്ടാവും. അതില്ലാത്തവർക്കൊക്കെ ഇപ്പൊ മനസ്സിലായി കാണും ആരൊക്കെയാണ്. പേര് പറയണോ? അപ്പൊ പിന്നെന്താണ്, വേറെന്താണ് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നോക്കാം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞങ്ങളെ ഇങ്ങനെ എത്രത്തോളം ഇതുണ്ടാവുന്ന വൈകുന്നേരം ആകുമ്പോഴേക്ക് നോക്കാം നമുക്ക്. അതെ, ഞങ്ങളിങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വെറുതെ സ്കൂട്ടർ എടുത്തിട്ട് പെരിന്തൽമണ്ണ പോകും. പെരിന്തൽമണ്ണയിൽ എവിടെയെങ്കിലൊക്കെ ചുമ്മാ ഇങ്ങനെ സ്കൂട്ടർ എടുത്തിട്ട് പോകും. അപ്പോൾ ഈ ഒരു ടൈം ഇപ്പോൾ അടുത്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഓർക്കും, ഇങ്ങനെ ആൾക്കാരൊക്കെ ജോലി കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ നോമ്പുള്ളവരാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും പാവമല്ലേ ഇവരെങ്ങനെയും വീട്ടിൽ ചെന്നിട്ട്, ഈ ജോലിക്കും കൂടെ പോകുന്ന ആൾക്കാരാകുമ്പോൾ ഭക്ഷണം ചെന്നിട്ടുണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇനി അവർ ചെന്നിട്ട് വേണ്ടേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇവരൊക്കെ എത്ര ഇതായിട്ടല്ലേ എടുത്തെടുത്ത്. മേ ബി ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. എന്നാലും അതും ഈ ചൂടത്ത് ഇത്രയും നേരം വെള്ളം പോലും കുടിക്കാതിരിക്കാന്ന് പറഞ്ഞാല് സമ്മതിക്കണം അല്ലേ? അതെ, അപ്പൊ ഇത് നമ്മുടെ ആദ്യത്തെ നോമ്പാണ്. നിങ്ങക്ക് കൂടി കാണിച്ചു തരാലോ. അതെ, അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ, നമുക്ക് ശ്രീനാഥ് ചെയ്യുന്നത് നോക്കാം. എന്താ മടുത്തോ? ഉറങ്ങാണോന്ന് അറിയാൻ വേണ്ടി വന്നു. എന്താ ചെയ്തെന്ന് അറിയാൻ വേണ്ടി. മുഖത്ത് വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ. ലൈറ്റ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് ശ്രീനാഥ് അങ്ങ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. എന്താണ് 2 വാക്കുകൾ പറയും. സമയം എത്രയായി? 1:15. ക്ഷീണം തോന്നിക്കുന്നുണ്ടോ? ശരിക്കും പറ. എനിക്കും വലിയ പ്രശ്നമൊന്നും ഇതുവരെ തോന്നിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണ്ടേ? എന്താ കഴിക്കണേ? മൂങ്കാൽ. എൻ്റെ കുട്ടികൾക്ക് വിശക്കണില്ലേ, സങ്കടമാവണം നിങ്ങളൊന്നും കഴിക്കാതെ ഇരുന്നിട്ട്. മടുത്തോ?
മടുത്തൊന്നുമില്ല, കുറച്ച് ക്ഷീണുണ്ട്. കാരണം കുറച്ച് നേരം വെയിലത്തൊക്കെ നിന്നില്ലേ, അത് കാരണം. സ്വെറ്റ് ചെയ്തിരിക്കുക ശ്രീനാഥ്. ഇനിയുണ്ട് ടൈം. ഇപ്പൊ വെറും 3 മണിയായിട്ടേ ഉള്ളൂ. എന്നാ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിട്ടോ. ഓക്കെ. ശ്രീനാഥ് പുറത്തുനിന്ന് ചിക്കനാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ചിക്കൻ കറി മാത്രമേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഞങ്ങൾ വീഡിയോസ് ഇട്ടതിലൊക്കെ ചിക്കൻ കറിയുടെ വീഡിയോസ് ഉള്ളതുകൊണ്ട്. മമ്മിയുടെ ടൂളുമായിട്ട് കയറുന്നുണ്ട്. ഒരു ദിവസം 4 വട്ടം. മമ്മിക്ക് ഒരു ദിവസം 3 നേരം കുളി കഴിക്കണമെന്ന് പറഞ്ഞ പോലെയാണ് ആ സംഭവം. മമ്മിയുടെ ജീവനാണെന്ന്. എന്നാലും ഞാൻ തുടച്ചോട്ടേക്ക് കയറരുതാനും മാറി. ഇതാണ് ഞങ്ങളുടെ വീട്. പച്ചപ്പിനിടയിലാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത്. ഫുൾ പ്രകൃതി ഭംഗിയാണ്. ദാ അതിന് നടുവിൽ ദാ ഭംഗിയുള്ള ശ്രീനാഥ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞു, അതല്ലെങ്കിൽ അവര് പറയും. ഓക്കെ, നിങ്ങൾ പറയണം കേട്ടോ. കമന്റ് ബിലോ. അതിന് എങ്ങനെയാലും ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ള ഇതിൽ നിൽക്കല്ലേ. 2 വട്ടം ഭക്ഷണം ചെന്നെടുത്ത് മറന്നു പോയത്. എന്നിട്ട് പറ 2 തവണ മറന്നുപോയി. പിന്നെ ഞാനുള്ളത് കൊണ്ട് കഴിക്കാതെ അവിടെ വെച്ചു. ഒരിടത്ത് നിന്ന് സംസാരിക്കും. അതെ, പറ, എന്താണ് ആദ്യം ചെന്നെടുത്തത്? അന്നെടുത്തത് പാൽഗോവ. രണ്ടാമത് എന്താ ചെന്നെടുത്തേ? മൂങ് ദാൽ. ഇത് രണ്ടും ആദ്യം പാൽഗോവ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പല്ലേ, അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ 2 നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനോട് നോക്കുമ്പോഴത്തേക്ക് എന്താ പോലത്തെ മൂങ് ദാൽ. അതെ, വിശന്നതാണ്ട് ശ്രീനാഥ് ഗേറ്റിന്റെ ഇവിടെ വരുത്തി. ആണോ? നോമ്പ് കഴിയാറായി ഇന്നത്തെ നമ്മുടെ. അപ്പൊ എന്താണ് പറയാനായിട്ടുള്ളത് താങ്കൾക്ക്? സൗണ്ടില് പറയണേ. വിശന്നിട്ട് കണ്ണാണെന്നില്ല, നല്ല വിശപ്പറിയുന്നുണ്ട്, നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഇന്നിപ്പോ കുറെ നേരം വെയിലത്തൊക്കെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ചെറിയൊരു പണിയൊക്കെ നടക്കുന്നുണ്ട്, അത് കാരണം. അപ്പോൾ എന്നാലും പിടിച്ചു നിന്ന്. അതെ, ഇനി വെറും 1 മണിക്കൂറും കൂടി. 1 മണിക്കൂർ ഇല്ല. അതെ, പോവുകയാണ് നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങാൻ. ഗായ്സ്, ഞങ്ങൾ പത്തിരി വാങ്ങാൻ പോവുകയാണ്. അതെ, പത്തിരി വാങ്ങാൻ പോവാ. അപ്പൊ ഇനിയിപ്പോ കുറച്ച് ടൈമുകൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നോമ്പ് മുറിക്കും. എല്ലാരും നോമ്പ് മുറിക്കണ ടൈം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതെ, ഞങ്ങൾ അത്രയും ആത്മാർത്ഥത. നമ്മൾ എക്സ്ട്രാ 2 മണിക്കൂറും കൂടെ കൂട്ടിയെടുക്കുമായിരുന്നു. അത്രയില്ല ഗൈസ്, 1/2 മണിക്കൂർ. കാരണം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് അത് പത്തിരി കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വേണം ജ്യൂസ് അടിക്കാണ്ടല്ലേ. ജ്യൂസ് അടിച്ച് നോമ്പ് മുറിച്ച് നോമ്പ് തുറക്കും. ഓക്കെ, അപ്പൊ ബാക്കി പിന്നെ കാണാം. അതെ ഗൈസ്, വാങ്ക് വിളിച്ചിട്ടുണ്ട്. 6:41 ഗൈസ് വാങ്ക് വിളിച്ചത്. അതെ, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കും. അതെ, ഇതാണ് ഗൈസ് ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ. ജ്യൂസ്, ഡേറ്റ്സ്, പൊറോട്ട, സമൂസ, കട്ട്ലറ്റ്, ചിക്കൻ കറി. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ നോമ്പ് വിജയകരമായി കംപ്ലീറ്റ് ആയി. ആദ്യം ചിക്കൻ കറി അല്ലല്ലോ കഴിക്കണ്ടേ? ഒഴിച്ചോന്നുള്ളൂ, കഴിക്കണ്ട. ആദ്യം കഴിക്കുന്ന സാധനം എടുക്ക്. ആദ്യം കഴിക്കുന്നത് ഈത്തപ്പഴം കഴിച്ച് നമ്മൾ നോമ്പ് തുറക്കും. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, അങ്ങനെ ഞാനും അങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ. പിന്നെ ജ്യൂസാണ് കുടിക്കേണ്ടത്. കുടിച്ച് കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിടക്കാം. ഇത് കഴിക്കാനാണ് ഞാൻ എക്സൈറ്റഡ്. അപ്പോൾ ഗൈസ്, ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതാവും. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ നോമ്പൊക്കെ മുറിച്ചു. ഇപ്പം ഞങ്ങൾ പുറത്ത് വരെ പോകാനായിട്ട് നിൽക്കുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കൊള്ളാമായിരുന്നു. അതെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭക്ഷണം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അത് കട്ട് ചെയ്യാണ്ട് മറന്നുപോയി. പിന്നെ ഞങ്ങൾ ഓരോ പൊറോട്ട മാത്രമേ കഴിച്ചുള്ളൂ. കഴിക്കാനൊന്നും നമുക്ക് അങ്ങനെ അധികം തോന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് നോമ്പ് ഭക്ഷണം അങ്ങനെ അധികം കഴിക്കാനൊന്നും പറ്റില്ല എന്ന്. അത് ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്ര ടൈം നമ്മൾ വിശന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാലും നമുക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല. നോമ്പൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പുറത്ത് വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവരുടെ അവരെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. കാരണം അവർക്ക് ഇപ്പൊ ഞങ്ങളിപ്പോ ഒന്നും ചെയ്തില്ല. ഞങ്ങള് വീട്ടില് തന്നെ ആയിരുന്നല്ലോ. അതെങ്കിലും പുറത്തൊന്നും പോയില്ല, ഇവിടെ തന്നെ. ഇപ്പൊ നമ്മൾ പുറത്ത് വരെ പോവാണ്. അപ്പൊ ഈ വ്ലോഗ് നമ്മൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.
എന്ന് ഞാനിത് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെ. കാരണം എഡിറ്റ് ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്ത് ചെയ്യാനാ? അതെ. പറ. അപ്പോൾ അതുവരെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഇനി പുതിയ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതെ, അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതെ, ബൈ.